we'll start with some of the standard Laplace transform pairs. Right? സോ ഇതിൽ കുറേ റിസൾട്ട്സ് നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട്സ് ഉണ്ടാവും. ഇനി അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിഗ്നൽസ് സിസ്റ്റത്തിൽ നിങ്ങൾ ഒരുപാട് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത് മാത്രമല്ല, ഇത്ര ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഇതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ സിഗ്നൽസ് സിസ്റ്റത്തിൽ പഠിക്കും കൂടുതലായിട്ട്. ഓക്കെ, ഇവിടെ ഞാൻ ആവശ്യമുള്ള റിസൾട്ട്സ് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടൈം ഡൊമൈൻ സിഗ്നൽ, സോ നമുക്ക് ടൈം ഡൊമൈൻ സിഗ്നലിന് നമുക്ക് എക്സ് ഓഫ് ടി എന്ന് വിളിക്കാം. ജസ്റ്റ് ഒരു നൊട്ടേഷൻ എക്സ് ഓഫ് ടി. ആൻഡ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എസ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ, ഐ മീൻ എക്സ്പ്രഷൻ ആയിരിക്കും. So we'll denote it as some capital X of S. Small x stands for എന്താണ് ടൈം, സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ ആണ്. സ്മോൾ എക്സ് ആണെങ്കിൽ അത് ടൈം ഡൊമൈനിൽ ആണ് നമ്മൾ സ്മോൾ എക്സ് യൂസ് ചെയ്യാറുള്ളത്. ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഇൻ ദ പുതിയ ഡൊമൈനിൽ, ലാപ്ലേസ് ഡൊമൈൻ അല്ലെങ്കിൽ ഫൊറിയർ ഡൊമൈൻ, ഏത് ഡൊമൈൻ ആയാലും ക്യാപിറ്റൽ എക്സ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഞാനിവിടെ കുറച്ച് സിഗ്നൽസും അതിന്റെ സ്റ്റാൻഡേർഡ് ലാപ്ലേസ് ട്രാൻസ്ഫോംസും ആണ് എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒന്നാമത്തത് ദർ ഈസ് സംതിങ് നോൺ ആസ് എ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാന്ന് തോന്നുന്നു യൂണിറ്റ് ഇമ്പൾസ്. കാരണം നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് ഡെഫിനിഷൻ പറഞ്ഞു നമ്മൾ. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അവിടെ ഞാൻ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. സോ എന്താണ് ഇത്? സോ ദിസ് ഇസ് നോൺ ആസ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. അഗെയിൻ, if anybody is not familiar with this signal, you will learn about this. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. Okay. So as of now, I just want the Laplace transform of this one. Please remember the Laplace transform of this particular signal in S domain. നമ്മൾ ഇതിനെ എസ് ഡൊമൈൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത് ടൈം ഡൊമൈൻ. സോ ദിസ് ലാപ്ലേസ് ആൻഡ് let me say Laplace transform. In fact, I should have put ഞാനിവിടെ യൂണിലാറ്ററൽ എന്ന് എഴുതണമായിരുന്നു, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. നമ്മൾ എന്തായാലും കോസൽ സിഗ്നൽസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദിസ് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ് എനിബഡി? Unit impulse signal the Laplace transform 1. Very good. Jida correct, Bindu correct, Sneha, all of you are right. Krishna Priya right. So ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്രമല്ല അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 1 ആണ് ഈ ഡെൽറ്റ ഫംഗ്ഷന്റെ. ഓക്കെ, ഈ യൂണിറ്റ് ഇമ്പൾസിന് പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, നിങ്ങൾ പഠിക്കാതെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് കൂടെ അതിനെ വിളിക്കും. ഓക്കെ, എനിവേ ദോസ് ഡീറ്റെയിൽസ് നിങ്ങൾ സിഗ്നൽസിൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, ഓരോ സിഗ്നൽസിനെ പറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സംതിങ് നോൺ ആസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, which is actually obtained by a running integral of this unit impulse. So unit step signal. Unit step signal is something like this. ഇങ്ങനെയുള്ള ഒരു സിഗ്നൽ ആണ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. So from t equal to 0 onwards, its value is 1. So ഇങ്ങനെയുള്ള സിഗ്നൽ യൂണിറ്റ് സ്റ്റെപ്സ്. Usually we denote it by standard notation എന്ന് പറയുന്നത് u of t. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന് ഡിനോട്ട് ചെയ്യുന്നത് u of t വെച്ചിട്ടാണ്. ആൻഡ് u of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് what is the Laplace transform? It is, yeah, Chippy, that's correct. Divya, that's right. All of you are right. Sangeeta, many have given the answers. It is 1 by s. Okay.
നൗ ഇതിന് പകരം ഞാൻ 1 എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇത് യു ഓഫ് ടി ആയാലും 1 ആയാലും ഇത് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്നത് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ 1ഉം യു ഓഫ് ടിയും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ടി ഈക്വൽ ടു 0 മുതൽ മാത്രമേ ഒബ്സർവ് ചെയ്യുന്നുള്ളൂ എന്റെ സിഗ്നലിനെ. അപ്പൊ അത് 1 ആയാലും യു ഓഫ് ടി ആയാലും യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് പറയാം? അതിന്റെ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് പറയാം? എനിക്ക് 1/s ആണെന്ന് പറയാം. ഓക്കെ, സോ ജസ്റ്റ് ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. കാരണം ചില ബുക്സിൽ നിങ്ങൾ 1 പറഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s എഴുതിയിട്ടുണ്ടാവും. ദാറ്റ്സ് ഈക്വലി കറക്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു ആർ ഒബ്സർവിംഗ് ദിസ് 1 ഫ്രം ടി ഈക്വൽ ടു 0 ഓൺവേർഡ്സ്. ടി ഈക്വൽ ടു 0 മുതലാണ് നിങ്ങൾ ആ 1 ആക്ടിവേറ്റഡ് ആവുന്നത്. സോ അതുകൊണ്ട് നമ്മൾ കോസാലിറ്റി ഇംപ്ലൈഡ് ആയതുകൊണ്ട് എന്താണ് 1/s ചിലപ്പോൾ നമ്മൾ ചില ബുക്സിൽ കാണാം. കാരണം അവർ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നതുകൊണ്ടാണത്. ഓക്കെ, സോ ആൻഡ് ഇതില് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ഈ ഡയറക്ഷനിലും പഠിക്കണം, ഇതിന്റെ റിവേഴ്സ് ഡയറക്ഷനിൽ നിങ്ങൾ പഠിക്കണം. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇമ്പൾസ് സിഗ്നലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 1 പറയാൻ പറ്റണം. അതേപോലെ ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ വാട്ട് ഇസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ILT എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പറയാൻ പറ്റണം ഇത് ഡെൽ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇമ്പൾസ് സിഗ്നൽ ആണ്. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ്പ്രഷൻ ഇൻ എസ് ആയിരിക്കും. എസ്സിലുള്ള ഒരു എക്സ്പ്രഷൻ അല്ലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പറയാൻ പറ്റണം അതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. സോ ഈ 2 ഡയറക്ഷനിലും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം അത് നമുക്ക് ആവശ്യമാണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ 2 ഡയറക്ഷനിൽ നിങ്ങൾ എന്താണ് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ വിച്ച് ഇസ് ബേസിക്കലി an exponential signal starting from t equal to 0 on, that is multiplied by u of t. See, this multiplication by u of t യുടെ significance എന്താണെന്ന് വെച്ചാൽ ശരിക്കും e raised to at എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേ ബി a എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. നെഗറ്റീവ് ആവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി in the പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് മൈറ്റ് ഗോ ലൈക്ക് ദിസ്, റൈറ്റ്? Whatever. So let's say it's an exponentially decaying signal, something this is e raised to minus 2t ആണെന്ന് വിചാരിച്ചോളൂ. എന്താണ് e raised to minus 2t നെ ഈ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഇതെന്താണ്, ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇ റേസ് ടു മൈനസ് 2t എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് ഇ റേസ് ടു മൈനസ് 2t യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആവുമ്പോഴും ഞാൻ ഇ റേസ് ടു മൈനസ് 2t എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ എന്താണ് സ്ട്രിക്ട് സെൻസിൽ അതിനെ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആക്കി മാറ്റണമെങ്കിൽ, അതായത് യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും? യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ എന്താണ്? യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ബേസിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിഗ്നൽ ഇവിടെയൊക്കെ 0 ആണ്, ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്ക് ഇത് 1 ആണ്. അപ്പൊ ഈ സിഗ്നലിന് ഞാൻ യു ഓഫ് ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഇ റേസ് ടു മൈനസ് 2t, ഇ റേസ് ടു മൈനസ് 2t ടി ലെസ് ദാൻ 0ന്റെ പാർട്ടില് ഇ റേസ് ടു മൈനസ് 2t ഈ പോർഷൻ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നിങ്ങൾ കാരണം യു ഓഫ് ടിയുടെ വാല്യൂ അവിടെ എന്താണ്? 0 ആണ്. അപ്പൊ ഇ റേസ് ടു ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 0 അതിന്റെ യു ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? ടി ഗ്രേറ്റർ ദാൻ 0 യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് എന്താണ്? ഇ റേസ് ടു മൈനസ് 2t. സോ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും? കിട്ടുന്ന സിഗ്നൽ ഒരു റൈറ്റ് സൈഡഡ് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഇ റേസ് ടു മൈനസ് 2t റൈറ്റ് സൈഡിലുള്ള പാർട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. Right? So something like this. ഇതായിരിക്കും ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ. ഇതിന്റെ ഈ പോർഷൻ നമ്മൾ എന്താണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നല്ല, ഐ മീൻ വി ഡോണ്ട് വാണ്ട് ടു കൺസിഡർ ദാറ്റ്. സോ അതുകൊണ്ടാണ് ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി എന്നുള്ള പലപ്പോഴും യു ഓഫ് ടി കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ചോദ്യം ബേസിക്കലി നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് ലോജിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, സോ നൗ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്
യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഈ യു ഓഫ് ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മളുടെ ഇന്റഗ്രേഷൻ എവിടുന്ന് മുതൽ തുടങ്ങുന്നുള്ളൂ, 0 മുതൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് e⁻t ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഫുൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഇന്റഗ്രേഷൻ തുടങ്ങുന്നത് എവിടുന്ന് മുതലേ തുടങ്ങുള്ളൂ, 0 മുതലേ തുടങ്ങുള്ളൂ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് e⁻t യു ഓഫ് ടി ആയാലും e⁻t മാത്രമായാലും യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. പക്ഷെ ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് അങ്ങനെ ആയിരിക്കണം എന്നില്ല, ആക്ച്വൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്. Okay, so this for our purpose this is equal to എന്താണ്, this is equal to 1 by കുറെ ആൾ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 1 by s minus a ആണ് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s minus a ആണ്. ഓക്കെ, നൗ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ചോദിക്കാം, വാട്ട് ഈസ് L inverse എന്ന് പറഞ്ഞാൽ ദിസ് എ നൊട്ടേഷൻ. L inverse എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. സപ്പോസ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചോളൂ, 1 by s plus 5, നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? What is the inverse Laplace transform of 1 by s plus 5? So what will be your answer? അതാ ഞാൻ പറഞ്ഞ രണ്ട് ഡയറക്ഷനിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് e⁻t യു ഓഫ് ടി ഇതാണെന്ന് അറിയണം, അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് ഇതിനെ ഇൻവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ, അതായത് 1 by s plus 5 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e⁻−5t into u of t. കൺട്രോൾ സിസ്റ്റമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ യു ഓഫ് ടി എഴുതണം എന്നില്ല, എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ടു ബി പ്രിസൈസ് എന്താണ്, നിങ്ങൾക്ക് യു ഓഫ് ടിയും കൂടെ എഴുതാം, e⁻−5t into u of t. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബേസിക്കലി ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ എക്ക് പകരം എന്താണ് ജസ്റ്റ് -5 ഇട്ട് കൊടുത്താൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും, 1 by s plus 5 കിട്ടും, റൈറ്റ്? സോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രണ്ട് ഡയറക്ഷൻസിലും നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിച്ചാലും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് അബൌട്ട് t power n? What is the Laplace transform of t power n? So n factorial by s raised to n plus 1 if n is an integer. That's correct. Rahul പറഞ്ഞ correct ആണ്. It is n factorial by s raised to n plus 1 if n is an integer. Generally n is an integer ആണെങ്കിൽ you can n is a positive integer ആണെങ്കിൽ. ബട്ട് കുറച്ചുകൂടി ജനറൽ എക്സ്പ്രഷൻ പറയാൻ പറ്റും ഇതിന്റെ t raised to n. ഐ മീൻ രാഹുൽ, സംഗീത, നിങ്ങൾ രണ്ടാളും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. n പോസിറ്റീവ്, ഇപ്പം ടി സ്ക്വയർ അതേപോലെ ടി ക്യൂബ്, ഈ n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ t raised to 1, ഇതിനൊക്കെ നിങ്ങൾക്ക് ഡയറക്ട്ലി n factorial by s raised to n plus 1 യൂസ് ചെയ്യാം. There is no doubt about it. That's correct answer. But in general, suppose n എന്ന് പറയുന്ന മേബി സപ്പോസ് എനിക്ക് t raised to 1 by 2 അറിയണമെന്ന് വിചാരിച്ചോളൂ, or something like t raised to 5 by 2. What is the Laplace transform of this? Very good. That's Sridevi, that's correct. I mean, very good. That is, it is gamma of n plus 1 divided by gamma function of n plus 1 divided by s raised to n plus 1, right? So in general, this is the Laplace transform of t raised to n. ഈ ഗാമ ഫംഗ്ഷൻ നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ഇന്റഗ്രൽസിൽ നിങ്ങൾ പഠിക്കും എന്ത് ഗാമ ഫംഗ്ഷൻ. ബേസിക്കലി ഗാമ ഓഫ് 1/2 എന്ന് പറയുന്നത് √π ആണ്. ആൻഡ് there are a lot of recurrence relations for finding gamma values. Basically it's an integral like this. If anybody is not familiar with gamma function, I'll just give you the definition. Gamma of n is defined as, it's an improper integral. I mean, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ 0 to infinity e raised to -x
into x raised to n minus 1 dx. Okay, so e integral ആണ് gamma function എന്ന് വിളിക്കുക. It's a function of n. Please understand this integral, if you evaluate, it will be a function of n alone, right? I mean, you can easily find out that gamma 1 equal to 1 ആണ്, and gamma of 2 is equal to 1 ആണ്. You can easily find out these values, and then there is a recurrence relation, and that recurrence relation is something like gamma of n is equal to n minus 1 multiplied by gamma of n minus 1. So you have a recurrence like this, and with this one you can actually calculate different values of, and also remember this value also if you can. Gamma of 1 by 2 is equal to root pi. Maybe not, you might not require it so much, കാരണം കൺട്രോൾ സിസ്റ്റത്തിൽ അങ്ങനെ ഫ്രാക്ഷണൽ വാല്യൂസിന്റെ അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഓർക്കുക. ആൻഡ് ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഈസി സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ റാൻഡം പ്രോസസ് ഒക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നോയ്സ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ ഗൗഷ്യൻ റാൻഡം വേരിയബിൾസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ആസ് ഓഫ് നൗ കൺട്രോൾ സിസ്റ്റത്തിൽ അങ്ങനെ ആവശ്യം വരില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ആൻഡ് ഇതിൽ ഈ റിക്കേഷൻ നിങ്ങളിപ്പോ ഇത് എന്തുകൊണ്ടാണ് n ഫാക്ടോറിയൽ വരുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പൊ ഗാമ ഓഫ് 6 എനിക്ക് എങ്ങനെ എഴുതാം, 5 into ഗാമ ഓഫ് 5 എന്ന് എഴുതാം. ഞാൻ ഈ റിക്കറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 5 into ഗാമ ഓഫ് 5 എനിക്ക് വീണ്ടും എങ്ങനെ എഴുതാം, 4 into ഗാമ ഓഫ് 4 എന്ന് എഴുതാം, റൈറ്റ്? ആൻഡ് ഈ ഗാമ ഓഫ് 4 എനിക്ക് എങ്ങനെ എഴുതാം, ബേസിക്കലി 3 into ഗാമ ഓഫ് 3 എന്ന് എഴുതാം. ഗാമ ഓഫ് 3 എങ്ങനെ എഴുതാം, എനിക്ക് 2 into ഗാമ ഓഫ് 2 എന്ന് എഴുതാം. ആൻഡ് ഗാമ ഓഫ് 2 എനിക്ക് 1 into ഗാമ ഓഫ് 1 എന്ന് എഴുതാം. ആൻഡ് ഫൈനലി ഗാമ ഓഫ് 1 ഇതിൽ നിങ്ങൾക്ക് n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാം ഗാമ ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. സോ ദിസ് വിൽ ഗിവ് യു ബേസിക്കലി 5 ഫാക്ടോറിയൽ, റൈറ്റ്? സോ n ഇന്റിജർ ആണെങ്കിൽ, n ഒരു പോസിറ്റീവ് ഇന്റിജർ വാല്യൂ ആണെങ്കിൽ, ദിസ് വിൽ ഡയറക്ട്ലി റെഡ്യൂസ് ടു വാട്ട്, ദിസ് വിൽ ഡയറക്ട്ലി റെഡ്യൂസ് ടു n ഫാക്ടോറിയൽ. ഓക്കെ, സോ അത് മാത്രമല്ല, ഇതിന്റെ ചില ഉപയോഗം, ചിലപ്പം ഗേറ്റ് 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ബേസിക്കലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് ചെയ്യാം. ഐ മീൻ നിങ്ങളുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ ബേസിക്കലി ഇതൊക്കെ ഡെറൈവ് ചെയ്തിരിക്കുന്ന ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഇതാണ്, നോക്കുക. ബേസിക്കലി അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എക്സ് ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇതൊരു ഡയറക്ട്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇതിന്റെ ആൻസർ ജസ്റ്റ് ഇതുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാട്ടെ, ഈ ഇന്റഗ്രലുമായിട്ട്. ഈ ഇന്റഗ്രലും ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഗാമ ഫംഗ്ഷന്റെ ഇന്റഗ്രലുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് ജസ്റ്റ് ഇതേ ഫോർമാറ്റിലാണുള്ളത്. ഇത് 0 to infinity ആണ്, റൈറ്റ്? ബാക്കി എക്സ് റൈസ് ടു n minus 1 എന്നുള്ള, എക്സ് റൈസ് ടു സം n minus 1 എന്നുള്ള ഫോർമാറ്റിലാണ്. ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ട്. സോ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി 4 ആണ്, റൈറ്റ്? സോ 4 ആണ്. ഇതിനെ എനിക്ക് ബേസിക്കലി എന്ത് എഴുതാം, ഗാമ ഓഫ് 4 എന്ന് എഴുതാം. ഗാമ ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഫാക്ടോറിയൽ, റൈറ്റ്? 3 ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താണ്, 6, റൈറ്റ്? സോ ബേസിക്കലി ഇത് പല സ്ഥലത്ത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഹാവ് എ നോട്ട് ഓഫ് ദിസ്. ഇതൊന്ന് ഓർത്തിരിക്കുക, ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഈ റിക്കറൻസ് ഒക്കെ. ഈ റിക്കറൻസ് എന്തുകൊണ്ട് ഓർക്കാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് n ഫാക്ടോറിയൽ പഠിക്കാം. പക്ഷേ ഈ ഗാമ ഓഫ് 5/2 ഇപ്പൊ ഒരു ടി റേസ് ടു 5/2 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാമ ഓഫ് 7/2 കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഇവിടെ. പക്ഷെ ഗാമ ഓഫ് 7/2 കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ റിക്കറൻസ് യൂസ് ചെയ്താലേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, 5/2 ഇൻറ്റു ഗാമ ഓഫ് 5/2 ചെയ്യാം. ഈ ഗാമ ഓഫ് 5/2 വീണ്ടും എങ്ങനെ ചെയ്യാം, ഗാമ ഓഫ് 5/2 വീണ്ടും 3/2 ഇൻറ്റു ഗാമ ഓഫ് 3/2 എന്ന് എഴുതാം. ഗാമ ഓഫ് 3/2 വീണ്ടും എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു ഗാമ ഓഫ് 1/2 എന്ന് എഴുതാം. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഗാമ ഓഫ് 1/2 എന്ന് പറയുന്നത് റൂട്ട് പൈ ആണ്. ഈ വാല്യൂ ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ അഗെയിൻ ഗൗഷ്യൻ രണ്ട് ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മളത്, അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഗാമ 1/2 റൂട്ട് പൈ ആണെന്നുള്ളത്. സോ ബേസിക്കലി ഇൻറ്റു റൂട്ട് പൈ എന്നായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.
സോ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ലാപ്ലേസ് ഇപ്പൊ t⁵5/2 ഒക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്ട്ലി n ഫാക്ടോറിയൽ എന്നുള്ള ആ ഒരു ഇത് ചിലപ്പോൾ ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഹിയർ. ഇത് ഞാൻ ഇവിടെ എഴുതാം. അതായത് if n is a positive integer, if n is a positive integer, gamma of n plus 1 is equal to what? Equal to n factorial. So in that case t⁵n will have a Laplace transform. t⁵n and Laplace transform t⁵n will have a Laplace transform n factorial by s⁵n plus 1. That's correct. So this is right. Okay, so other just orthirikka. Okay, so let me just ask you, what will be Laplace transform of t? Laplace transform of t എന്ന് പറയുന്നത് എത്രയായിരിക്കും? What will be Laplace transform of t? 1/s², right? And what will be Laplace transform of t⁴? What will be Laplace transform of t⁴? 4 factorial by s⁵, and 4 factorial is 24. So just remember these things. So formula അറിഞ്ഞിരുന്നാൽ മതി. Okay, fine. Now we'll move on to the another important ones. Next function is of important is sine some omega naught t into u of t, right? So what is the Laplace transform of this particular function, sine function? So anybody, what is sine omega naught t into u of t യുടെ Laplace transform എന്താണ്? Very good, that's correct. Abhiram, that's correct. 1/s² plus omega naught square. Okay, and sorry, I'm sorry, not 1/, it is omega naught by, I'm sorry, omega naught by s² plus omega naught square. Please remember, it is omega naught by s² plus omega naught square. Okay, then cos omega naught t in cos omega naught t into u of t. This has a Laplace transform. Then the Laplace transform എന്താണ്? s divided, correct. s omega naught ന് പകരം എന്താവും? cos ആണെങ്കിൽ I mean denominator is same, s² plus omega naught square തന്നെ. നിങ്ങളുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്തോ s divided by s² plus omega naught square. വ്യത്യാസം ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ. naught square. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമായിട്ട് വരും. ഓക്കെ, മേ ബി അനദർ വൺ, ഇത് കൺട്രോൾ സിസ്റ്റത്തിൽ അത്രത്തോളം നമുക്ക് ആവശ്യം വന്നേക്കില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഗുഡ് ടു നോ ദിസ്. സൈൻ ഹൈപ്പർബോളിക് at omega naught t into u of t, let's say. What is the Laplace transform of this one? എന്താണ് സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്? വെരി ഗുഡ്, ഇറ്റ് ഈസ് ഒമേഗ ഈസ് സൈനിന്റെ അതേ ഫോർമുല തന്നെ, പക്ഷെ ഡിനോമിനേറ്റർ s² പ്ലസിന് പകരം നിങ്ങൾ എന്താക്കുക? s² മൈനസ് ആക്കുക. സൈനിന്റെയും കോസിന്റെ അതേ തന്നെ, പക്ഷെ ഹൈപ്പർബോളിക് വരുമ്പോൾ
ഈ ഡിനോമിനേറ്റർ മാറ്റിയിട്ട് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയറിന് പകരം എസ് സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്നാക്കുക. സോ ഇറ്റ് ഈസ് ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. Okay. Then similarly, cos h, cos hyperbolic omega naught t into u of t will have a Laplace transform. So ഇതെന്തായിരിക്കും? Again, cosന്റെ അതേപോലെ തന്നെ cos hyperbolic വരുമ്പോൾ ആകെ വ്യത്യാസം cosന് എന്തായിരുന്നു അത് അതുപോലെ തന്നെയാണ് എസ് ഡിവൈഡഡ് ബൈ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയറിന് പകരം മാറിയിട്ട് എന്താവും എസ് സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. റൈറ്റ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഫോർ കോസ് എന്താണ് ഒമേഗ നോട്ട്. ഓക്കെ. സോ ദാറ്റ് ഈസ് വിത്ത് ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഐ മീൻ കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യം വരുന്നത് ഇത്ര മാത്രമേ, ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം.